വയനാട്ടിലെ ലീഗിനെ പോലെയും രാഹുൽ ഗാന്ധി വന്നാലോ പ്രിയങ്ക ഗാന്ധി വന്നാലോ അവർക്ക് സ്വന്തം കൊടി പിടിക്കാൻ പോലുള്ള അവകാശം കൊടുത്തിട്ടില്ല. ലീഗിന്റെ സ്വന്തം പതാക അത് പിടിക്കാനുള്ള അവകാശം പോലും ഇല്ലാത്ത ഒരു പാർട്ടിയായി അധപ്പതിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഇതേ കോൺഗ്രസ് നേതൃത്വം തന്നെയല്ലേ? കാര്യം എന്താ, വന്നിറങ്ങിയത് ആരാ? ദേശീയ നേതാവാണ്. ദേശീയ തലത്തിൽ എന്തോ മലമറിച്ചിട്ട് ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. ആ ദേശീയ നേതാവിന് പക്ഷേ ഹിന്ദുക്കളെ പേടിയാ. അതായത് വർഗീയത പറഞ്ഞു കിടക്കുന്ന BJP ഭയമാണ് ഉത്തരേന്ത്യയിലുള്ള. കാരണം അവിടെ ഞങ്ങളുടെ കോൺഗ്രസിന് മതേതരത്വമല്ല, മൃദുഹിന്ദു സമീപനമാണ്. ആ മൃദുഹിന്ദു സമീപനം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലീഗിന്റെ കൊടി ഉയർത്താൻ സമ്മതിക്കില്ല. കാര്യം രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതെല്ലാം പാകിസ്ഥാനികളാണ് എന്നവിടെ പറഞ്ഞു വരത്തുമെന്ന് പേടിക്കുന്ന ഒരു പേടിത്തൊണ്ടനാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് ലീഗിനെ വേണ്ടാന്ന് പറഞ്ഞത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്താ ചെയ്തേ? എങ്ങനെയെങ്കിലും ആ ലീഗുകാരോടെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് ഒടുവിൽ അവരെ ജയിപ്പിച്ചു. ഇവിടെ ലീഗിന് 5ാം മന്ത്രിസ്ഥാനം വന്നു കഴിഞ്ഞാൽ, 5ാം മന്ത്രി വന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയായിരിക്കും കേരളം ഭരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കോൺഗ്രസ് മന്ത്രിസഭ അല്ലെ UDF മന്ത്രിസഭ എന്ന് പറഞ്ഞ ഒരു നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരെ. ആ ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി ലീഗ് അവിടെ കിണഞ്ഞ് പരിശ്രമിച്ച. ഇതൊക്കെ ഈ PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ഒക്കെ ഒന്ന് ഓർക്കേണ്ടി വരും.